വർഷം 1930 ലോകകപ്പ് ഒരു പരീക്ഷണ വസ്തുവായിരുന്നു. ഒളിമ്പിക്സിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഫുട്ബോൾ ലോകരാജ്യങ്ങൾക്കെല്ലാം പങ്കെടുക്കാൻ സാധിക്കുന്ന വണ്ണം ഫിഫ ഒരുക്കിയിട്ടുള്ള ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ്. എന്നാൽ നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് വർഷം 1930 ലോകകപ്പ് ഫൈനലിൽ ഒരു ബോള് മത്സരത്തിൻ്റെ ഗതി മാറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും. 4 വർഷം കൂടുമ്പോൾ മാത്രം നടക്കുന്ന ഫുട്ബോൾ വേൾഡ് കപ്പിലെ ഓരോ ബോളും ആ വർഷം ഫേമസ് ആയിരിക്കും. എന്നാൽ വർഷം 1930 ആദ്യ ലോകകപ്പിൽ ഫൈനലിൽ 2 ബോളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഫൈനലിലെ ആദ്യ പകുതിയിൽ അർജന്റീന കൊണ്ടുവന്നിട്ടുള്ള ബോളായിരുന്നു ആദ്യം ഉപയോഗിച്ചത്. ഈ ഒരു ബോൾ വേഗത കൂടിയതും വളരെ ചെറുതുമായതിനാൽ അർജന്റീന ആദ്യ പകുതിയിൽ 2-1 എന്ന സ്കോറിൽ ലീഡ് ഉയർത്തി നിൽക്കുന്നു. എന്നാൽ രണ്ടാം പകുതിയിൽ ഉറുഗ്വേ കൊണ്ടുവന്ന ബോൾ ഉപയോഗിക്കേണ്ടതായി വന്നു. ഈ ഒരു ഫുട്ബോൾ കാഴ്ചയിൽ വലുതും കട്ടി കൂടിയതുമായതിനാൽ ചെറിയ പന്ത് ഉപയോഗിച്ച് ശീലിച്ചിട്ടുള്ള അർജന്റീന താരങ്ങൾക്ക് ഇത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. മാത്രമല്ല, ഉറുഗ്വേ താരങ്ങളുടെ ഫിസിക്കൽ ഫുട്ബോളും അവരുടെ ഭാരമേറിയ ഫുട്ബോൾ ഉപയോഗിച്ച് ശീലിച്ചിട്ടുള്ളവർക്ക് മത്സരം അവരുടെ വരുതിയിലാക്കാനും അർജന്റീനൻ താരങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കളി 4-2 എന്ന സ്കോറിൽ മുന്നിട്ട് നിൽക്കാനും സഹായിച്ചു. ഇതോടെ അർജന്റീനയെ തോൽപ്പിച്ച് ഫൈനലിലെ ആദ്യ കിരീടം ഉറുഗ്വേക്ക് സ്വന്തമാക്കാനും കഴിഞ്ഞു.